ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴുത്ത മാങ്ങ കൊണ്ട് ഹൽവ ഉണ്ടാക്കിയതാണ്. സിമ്പിളായിട്ടുള്ള ഈ മാംഗോ ഹൽവ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പഴുത്ത മാങ്ങ കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നതിന് ഞാൻ 2 പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മാങ്ങയുടെ പൾപ്പ് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. വേറൊരു ബൗളിൽ 1/2 കപ്പ് കോൺഫ്ലവർ എടുത്ത് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതൊന്ന് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് കലക്കിയെടുക്കാം. കോൺഫ്ലവർ ആയതുകൊണ്ട് കലങ്ങാൻ ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും. നല്ലപോലെ ഇളക്കി ഒന്ന് കലക്കി വെക്കാം. നന്നായിട്ട് ആ കോൺഫ്ലവറും കലക്കി ഒന്ന് അരിച്ചെടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ചെടുത്തിരുന്ന മാങ്ങയുടെ പൾപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നിടം വരെ വെക്കേണ്ടത്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇതിന് നല്ലതും, കാരണം ഈ ഹലുവ വിട്ട് വരുന്നതൊക്കെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് എളുപ്പമായിരിക്കും. ആ 1 ടീസ്പൂൺ നെയ്യുമായിട്ട് നല്ലവണ്ണം ഈ മാങ്ങയുടെ പൾപ്പ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിച്ചെടുത്ത് വെച്ചിരുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം മാങ്ങയുടെ പൾപ്പ് ഒരു 1.5 കപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ മിക്സിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. മാങ്ങ നല്ല മധുരമുള്ളതാണ്, അതാണ് ഞാൻ 1 കപ്പ് പഞ്ചസാരയാക്കിയത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ് ഈ മാംഗോ ഹൽവ. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാറായിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. പാനിൽ നിന്നൊക്കെ വിട്ട് വരാറായി. ആവശ്യമുള്ളവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി മാംഗോയുടെ എസൻസ് ആണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാം പൊടിച്ചത് ചേർക്കാം. ഇനി കുറച്ച് സമയം കൂടെ മതി. ഇത് നന്നായിട്ട് നെയ്യെല്ലാം ഒന്ന് വിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം ബദാമാണ് ചേർത്തത്. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഏതാണ്ട് ഹൽവ ഒന്ന് മൂക്കാറാകുമ്പോഴേ ഇതെല്ലാം ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അതങ്ങ് വെന്തു പോകും. പാത്രത്തിൽ നിന്നൊക്കെ ഹൽവ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നെയ്യൊന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പരുവമാണ് വേണ്ടത്. ഹൽവ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നെയ്യൊക്കെ തടവിയ ഈ ബൗളിലേക്ക് ഹലുവ ഇട്ട് കൊടുക്കാം. നമുക്കൊരു സ്പൂൺ കൊണ്ട് ലെവലാക്കി കൊടുക്കാം. ഈ മാംഗോ ഹലുവ സെറ്റായിട്ട് വരണമെങ്കിൽ നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. ഹലുവ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കമഴ്ത്താം. നല്ല സോഫ്റ്റായിട്ടുള്ള ഹലുവ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം.
നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല രുചിയുള്ള മാംഗോ ഹൽവ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.